നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായിട്ടോ ഞാനിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ ആലോചിച്ചിരിക്കുന്നതാണ്. പക്ഷേ ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടോ. പക്ഷെ ഇപ്പോഴാണ് എനിക്കിന്ന് ഞാൻ ഓക്കെ ആയത് ഇതേപോലെയൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു Q&A ഒക്കെ ചെയ്യണം, എന്നിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ Q&A ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഞാനിപ്പോൾ എന്നെക്കുറിച്ച് കുറച്ച് ഒരു ചെറിയൊരു ലൈഫ് സ്റ്റോറി പോലെയൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് Q&A ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കധികം വലിയ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല, എന്നാലും ഉള്ളതിൽ നമുക്ക് ചെറിയൊരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രസീത എന്നാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പേര് റിയാസ് എന്നാണ്. പിന്നെ 2 മക്കളാണ് കേട്ടോ ഉള്ളത്, യാസിൻ നിഹാസും. ഒരാൾ 5ലും ഒരാൾ 2ലും കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കുഞ്ഞു ഫാമിലിയാണ്. അപ്പം ഞങ്ങളുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പം അതാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അതാണ് ഇങ്ങനെ പേരിലൊക്കെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്നോട് ഇങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ചില കമൻറ്റ്സ് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. പ്രസീത എന്ന് കാണാൻ പേര്, പിന്നെ പിന്നെ റിയാസ് എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ ചില വിശേഷങ്ങളും പിന്നെ എൻ്റെ വീട്ടിലെ ചില വിശേഷങ്ങളൊക്കെ വരുമ്പോഴേക്കും എല്ലാവർക്കും ഒന്ന് കൺഫ്യൂഷൻ ആകാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ക്ലിയർ ആക്കിയത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലായിടത്തെയും പോലെ ആദ്യമൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും എൻ്റെ വീട്ടിലൊക്കെ സമ്മതിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണമൊക്കെ നടത്തിയത്. അത് പിന്നെ വീട്ടിലെല്ലാവരും എന്ന് പറയാനും പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സമ്മതിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ടാണ് ഇങ്ങനെ കല്യാണമൊക്കെ നടത്തിയത്. പിന്നെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാനില്ല. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടുകുടുംബം പോലെയായിരുന്നു. അപ്പം അതിലെല്ലാവർക്കും സമ്മതമാവണമെന്നില്ലല്ലോ. അതാണ്. പിന്നെ അച്ഛനും അമ്മയും എൻ്റെ ഇഷ്ടം എന്താണോ നോക്കിയിട്ട് അതേപോലെ എനിക്ക് ചെയ്ത് നടത്തി തന്നതാണ്. കല്യാണം അടുത്തൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. അത് പിന്നെ വീട്ടിലെല്ലാവരും അല്ല, വീട്ടിലെ അമ്മാവന്മാരായാലും വലിയച്ഛന്മാരാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് അവർ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് കല്യാണമൊന്നും ഞങ്ങളായിട്ട് നടത്തുന്നതല്ല, പക്ഷേ ഞങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യാം, അന്വേഷിച്ച് എല്ലാം നോക്കാം, എന്നിട്ട് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ഇവിടെയൊക്കെ വന്ന് റിയാസിൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കല്യാണമൊക്കെ നടന്നത്. അതിന് ശേഷം ഞാൻ വീട്ടിലൊക്കെ വീട്ടിൽ പോകാറുണ്ട്. ആദ്യമൊക്കെ ആരും അങ്ങനെ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴായാൽ പോലും നമ്മളോട് മിണ്ടാത്തവരാണെങ്കിലും നമ്മളെ കണ്ടാൽ ചിരിക്കാത്തവരാണെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ട്. അതൊന്നും ഇപ്പോൾ മൈൻഡാക്കല്ലോ കേട്ടോ. ഫസ്റ്റൊക്കെ നമുക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒക്കെ ശരിയായിക്കോളൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ വീട്ടിലെ ചടങ്ങുകളൊക്കെ വിളിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കല്യാണങ്ങളായാലും വേറെ പരിപാടികളാണെങ്കിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ആയാലും കസിൻസിൻ്റെ ഒക്കെ ആയാലും കല്യാണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും അങ്ങനെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ അതൊന്നും പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോഴേ പോവുകയുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് ഞാൻ അന്ന് വിളിച്ചാലും ഞാൻ അങ്ങനെ പോകാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ. എനിക്ക് ആ സമയത്തൊക്കെ എല്ലാവരും ഫേസ് ചെയ്യാനൊക്കെ നല്ല മടിയുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ എന്നെ കാണാൻ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് എന്നോട് മിണ്ടാണ്ടൊക്കെ ചിരിക്കാണ്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ
അധികം അങ്ങനെ കാര്യം നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ റിയാസിൻ്റെ ഇവിടെ വീട്ടിലെ എല്ലാ ഫങ്ഷൻസിനും വിളിക്കാറുണ്ട്, അങ്ങനെ നമ്മൾ പോകാറുണ്ട്. എന്നെ പ്രത്യേകമായിട്ട് തന്നെ വിളിക്കുകയും ചെയ്യും കേട്ടോ, എന്തായാലും വന്നെന്നൊക്കെ പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ വലിയ എൻ്റെ വീട്ടിലായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ അങ്ങനെ നിൽക്കാറൊന്നുമില്ല, രാവിലെ പോവും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരും, അധികം നിൽക്കാറൊന്നുമില്ല. പിന്നെ ഇനി വേറെന്താ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യണത്. നമുക്ക് ഇത് എന്തോരം പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പം നോമ്പിൻ്റെ വിശേഷങ്ങളും ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോസാണ് ഫസ്റ്റ് തുടങ്ങിയത്, പക്ഷെ അതിനധികം റീച്ചൊന്നും കിട്ടിയില്ല. പിന്നെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്ത് നോക്കിയാൽ വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതാണ് ഞാനിപ്പം ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷനൊക്കെ തന്നിട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാണാം, എന്തായാലും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കസ്റ്റ് മാരേജിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് വീട്ടുകാരും സമ്മതം ഉണ്ടെങ്കിലും ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് പറയാമല്ല കേട്ടോ, ഞാനെപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, അച്ഛനോടായാലും അമ്മേനോട്, നിങ്ങളുടെ ഇഷ്ടത്തോടെ പോകുള്ളൂ, ഞാൻ അല്ലാണ്ട് പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയാണെങ്കിലും അവർക്ക് ഇപ്പോൾ അവർ ഹാപ്പിയാണ് കേട്ടോ. ആ സമയത്ത് നല്ല വിഷമമുണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിലെ ഏറ്റവും ആദ്യത്തെ പേരക്കിടാവാണ്, അപ്പോൾ കല്യാണമൊക്കെ നല്ലോണം നടത്തണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ തീരുമാനം എടുത്തപ്പോഴേക്കും വിഷമമുണ്ടായിരുന്നു. പിന്നെ അമ്മ എല്ലാവരോടും പറഞ്ഞത്, എല്ലാവരും അമ്മനെ ചീത്ത പറഞ്ഞപ്പോഴാണെങ്കിലും പറഞ്ഞത്, അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് ഇഷ്ടമല്ലേ, അപ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ അവൾക്ക് ഇഷ്ടമില്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അമ്മക്കായാലും യാതൊരു പ്രശ്നമില്ല, നമുക്കായാലും ഇപ്പോൾ ടെൻഷനും പേടിയും, അതായത് പെട്ടെന്നൊരു അതായത് ആ സമയത്ത് ലവ് ജിഹാദ് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു വെച്ച്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. അത് കൂടാണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ അമ്മയോടാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ സംസാരിക്കാനും വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആൾക്കും ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോഴേക്കും തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും എന്തായാലും ആൾക്കും ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നല്ല ഹാപ്പിയുണ്ട്. ഇപ്പം നല്ല അപ്പം തന്നെ അമ്മ വന്നു ഇവിടെ റിയാസിൻ്റെ ഉമ്മാനോടാണെങ്കിലും ഒക്കെ സംസാരിച്ച് എല്ലാം നല്ല മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പം അതാണ് ഞാൻ പറയണത്, ഞാൻ എടുത്ത് ചാടിയൊന്നും തീരുമാനം എടുത്തതൊന്നുമല്ല, നല്ലോണം ആലോചിച്ച് ഒക്കെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിനുള്ള പ്രായമൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. 10-21 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ചിന്തിച്ച് നോക്കി ഒക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഉണ്ടാവും, എന്താ പറയുക, നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കണത് നല്ലല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞു, ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്തായിരുന്നു. അപ്പം പിന്നെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പിന്നെ അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുക്കിങ്സ് കാര്യങ്ങളും, അതേപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ അച്ഛനെയും അമ്മയിലൊക്കെ നമുക്ക് വീഡിയോസിലൊക്കെ കാണിക്കാം. അതേപോലെ കുക്കിങ്സ് ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വെറൈറ്റി ആയിട്ടുള്ള എന്തായാലും യൂട്യൂബ് ചാനൽ കാണാത്ത ടൈപ്പ് റെസിപ്പീസൊക്കെ ഉണ്ട്.
അപ്പം നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായാലും ഒരു എന്താ സന്തോഷം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂസ് ഇല്ലയെന്ന് കാണുമ്പോഴേക്കും എനിക്കങ്ങനെ ഇൻട്രസ്റ്റ് വരാറില്ല കേട്ടോ ചെയ്യാനായിട്ട്. അതാണ് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുന്നത്. അതേപോലെ ഞാൻ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ചെയ്തപ്പോഴാണ് കുറച്ചെങ്കിലും എനിക്ക് വ്യൂസൊക്കെ കിട്ടിയിരുന്നത്. പക്ഷെ പിന്നെ എനിക്കതിനെക്കുറിച്ച് വേറെ ഒന്നും അങ്ങനെ ചെയ്യാനില്ല. എന്ന് വെച്ചാൽ വീട്ടിൽ അധികം പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം പിന്നെ അങ്ങനെ അത് നിർത്തിയതാണ് ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ നോമ്പ് പിടിക്കാറെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വന്ന സമയത്തൊന്നും ഞാൻ നോമ്പൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ പിടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. വന്ന സമയത്ത് എല്ലാവരും നോമ്പ് പിടിക്കുന്ന കണ്ടപ്പോഴേക്കും ഞാനും നോമ്പൊക്കെ പിടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും നമുക്ക് വെള്ളമൊക്കെ നോമ്പ് മുറിച്ച് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് വയ്യാണ്ടായി, ഛർദിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ കുറേ നാളത്തേക്കൊന്നും അങ്ങനെ നോമ്പൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്ത് കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് എല്ലാ ദിവസവും നമുക്ക് നോമ്പ് എനിക്ക് പറ്റില്ല കേട്ടോ നോമ്പ് പിടിക്കാനായിട്ട്. എനിക്ക് നമ്മുടെ മൈഗ്രെയിനൊക്കെ ഉള്ളത് കാരണം തലവേദന ഭയങ്കരമായിട്ട് വൈകുന്നേരം പിടിക്കും, തലവേദന വരും. അത് കാരണം അങ്ങനെയൊന്നും പറ്റാറില്ല. എന്നാലും ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ നോമ്പ് പിടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണത്. അതേപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും കുക്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പ് പിടിച്ചില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ റിയാസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നോൺ വെജിൻ്റെ ഒന്നും എനിക്കറിയില്ലായിരുന്നു, ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. കുക്കിംഗ് പഠിച്ചത് തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. അതുവരെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കറിയാം. വല്ല ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു ഉപ്പേരി പോലെയൊക്കെ ഇടാനോ അതും സാമ്പാർ പോലും വെക്കാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്ത്. അപ്പോൾ ഇത്താടൊക്കെ ഒപ്പം നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുക്കിങ്ങൊക്കെ പഠിച്ചെടുത്തത്. പിന്നെ യൂട്യൂബ് വന്നപ്പോഴേക്കും അതൊക്കെ നോക്കി ഓരോ കാര്യങ്ങൾ ഓരോന്നൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ചെയ്തു നോക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെ കമൻസൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഒക്കെ പോലെ ചെയ്യാം. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം.